ഹായ്, ഞാൻ എജി. അസ്സലാമലൈക്കും. ഇത് നമ്മുടെ മൊക്കാറ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഓർക്കിഡ് വെറൈറ്റിയിൽ അധികം മെയിൻ്റെനൻസോ കെയറിങ്ങോ ഒന്നുമില്ലാതെ നമുക്ക് ഈസി ആയിട്ട് പുതുതായിട്ട് ഓർക്കിഡ് ചെടിയൊക്കെ വളർത്തുന്നവർക്ക് വളർത്താൻ പറ്റിയിട്ടുള്ളൊരു പ്ലാന്റാണ് നമ്മുടെ മൊക്കാറ കേട്ടോ. നമ്മളെ ഡെൻഡ്രോബിയം ഓർക്കിഡിൻ്റെ അതേ മെയിൻ്റെനൻസും കെയറിങ്ങും ഉള്ളൂ. ആവശ്യത്തിന് നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഓപ്പൺ പ്ലേസിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ബാച്ചിൽ നമ്മൾ മൊക്കാറിൻ്റെ ടോപ്പ് കട്ടിങ്സ് ആണ് നമ്മൾ സെയിലിന് വെച്ചിട്ടുള്ളത്. ആവശ്യത്തിന് നല്ല ലെങ്ത് ഉള്ള പ്ലാന്റ്സുകളാണ്. അതുപോലെ തന്നെ പ്ലാന്റ്സിലൊക്കെ നമുക്ക് ബഡിങ് ഒക്കെ സ്റ്റാർട്ടായിട്ടുള്ള ചെടികൾ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതൊക്കെ ഡയറക്റ്റ് വെയിലും മഴയും കിട്ടണ ഒരു ഏരിയയിലാണ് നമ്മളിത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു പോട്ടിങ്ങും എല്ലാവരും ഒന്ന് കണ്ടോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാച്ചിൽ 5 കളറാണ് നമുക്ക് വന്നിട്ടുള്ളത്. സാലറി റെഡ് ഉണ്ട്, അതുപോലെ തന്നെ യെല്ലോ, വൈറ്റ്, പിങ്ക്, വയലറ്റ്, ഇങ്ങനെ ഒരു 5 ഷെയ്ഡാണ് നമ്മൾ സെയിലിന് എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പെർ പ്ലാന്റിൻ്റെ ഒരു റേറ്റും കോംബോയിൽ നമ്മൾ 5 കളേഴ്സിനൊരു റേറ്റുമാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന ന്യൂ വ്യൂവേഴ്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആൾ ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യുക കേട്ടോ. കട്ടിങ്സ് ആണ്, ബിഗ് സൈസ് സ്റ്റെമ്മോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് നമുക്ക് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കൊരു പ്ലാന്റ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏത് ചെടിയാണെങ്കിലും, പ്രത്യേകിച്ച് നമുക്ക് ഓർക്കിഡ് ചെടികൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം, അങ്ങനെ ഒരുപാട് സംശയങ്ങളാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ മൊക്കാറ, ഒരുവിധം ആളുകൾക്കൊക്കെ നമ്മൾ ഡെൻഡ്രോബിയത്തിൻ്റെ കെയറിങ്ങും അതിൻ്റെ ആഫ്റ്റർ കെയറിങ്ങും ഒക്കെ ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട്. അപ്പോൾ നമ്മുടെ മൊക്കാറിൻ്റെ ഏതൊരു പ്ലാന്റ്സ് കിട്ടിയാലും നമുക്ക് ടെൻഷനാണ്. പ്രത്യേകിച്ച് ഓർക്കിഡ് ചെടികൾ അത്ര കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങിച്ച് അത് പോട്ട് ചെയ്ത് വെച്ച് ഒരുപാട് ആളുകൾ നമ്മളെ വിളിക്കുമ്പോൾ പറയാറുണ്ട് പോട്ട് ചെയ്യുന്ന രീതിയൊക്കെ എങ്ങനെയെന്നുള്ളത് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും ആഫ്റ്റർ കെയറിങ് ആണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിലും ഈ സെയിം നമ്പർ തന്നെയാണ് നമ്മുടെ കോൺടാക്റ്റ് നമ്പർ. ബിസി അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വിളിക്കാറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. ഫ്രീ ആണെങ്കിൽ ഞാൻ റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു മൊക്കാറൊക്കെ പോട്ട് ചെയ്ത് വെച്ചത് എങ്ങനെയെന്നുള്ളത് ഞാൻ കാണിക്കാം. നമ്മൾ ഇപ്പോൾ നമുക്ക് സെയിലിന് എത്തിയിട്ടുള്ള പ്ലാന്റിൻ്റെ സൈസ് ഒന്ന് കാണിക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ സെയിൽ പ്ലാന്റ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ബഡിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പ്ലാന്റും ഉണ്ട് എന്നുള്ളതും. അപ്പോൾ അതെല്ലാതും നമുക്ക് നിയർ ബ്ലൂമിങ് സ്റ്റേജ് എത്തിച്ചെടിയാണ്. അപ്പോൾ ജസ്റ്റ് ഇത് ഈ ഒരു ഹാങ്ങിങ് കമ്പിയോട് കൂടിയിട്ടാണ് ഞാൻ സെയിൽ ചെയ്യണത്. ഓൾറെഡി പ്ലാന്റ്സ് ഒക്കെ പോട്ട് ചെയ്ത് വേരൊക്കെ വന്നിട്ടുള്ള ചെടികളാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് ഇതുപോലെ നമ്മൾക്ക് ആവശ്യത്തിന് നല്ല വെയിൽ കിട്ടുന്ന ഏരിയയിൽ ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്ത് കൊടുത്താൽ മതി. അതിന് വേണ്ട ഫെർട്ടിലൈസറും മാത്രം കൊടുക്കുക. പിന്നെ നമ്മൾ ഫംഗസൈഡും കൊടുക്കുക, നമ്മുടെ ഓർക്കിഡ് ചെടികൾക്കൊക്കെ കൊടുക്കും പോലെ കേട്ടോ. അപ്പോൾ ഓരോ പ്ലാന്റും നല്ല ലെങ്ത്തുള്ള പ്ലാന്റാണ്, നല്ല ഹൈറ്റുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മൾ സെയിൽ ചെയ്യണത്. ഇതിൽ നമുക്ക് സാലറി റെഡ് ഉണ്ട്, അതുപോലെ യെല്ലോ ഉണ്ട്, വൈറ്റ് ഉണ്ട്, നല്ല നല്ല കളേഴ്സ് തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളതൊക്കെ. പ്ലാന്റ്സൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ മാത്രം നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. ജസ്റ്റ് ഇതേപോലെ ഹാങ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. പിന്നെ നമുക്ക് എല്ലാത്തിനും ടാഗുള്ള പ്ലാന്റാണ്. നമ്മുടെ കുറച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് നിങ്ങളിഷ്ടം പോലെ പോട്ട് ചെയ്യേ അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ സെറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. ഈ മൊക്കാറ കട്ടിങ്സൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് പോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ പോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ആദ്യം ഒരു ചെറിയ ചട്ടിയിലായിരുന്നു. അപ്പോൾ അതൊരു PVC പൈപ്പിൽ നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുത്തതിൻ്റെ ശേഷം ആണ് നമ്മൾ ഈ ഒരു പോട്ടിൽ ഇതേപോലെ ആ കട്ടിങ്സ് വെച്ച് ചുറ്റുപുറം ചാർക്കോളും ഓടിൻ്റെ കഷ്ണം മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതിൻ്റെ അറിയാലോ, നല്ല ലെങ്ത്ത് വരുന്നതിനനുസരിച്ച് പ്ലാന്റ് ഇതാവുന്നതിനനുസരിച്ചിട്ടാണ് കാറ്റത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിഞ്ഞ് വീഴുന്നതിനാണ് ഞാനൊരു വലിയ പോട്ടിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇത്. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ഇപ്പോൾ ക്ലേ പോട്ടിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഓൾറെഡി ക്ലേ പോട്ടിൽ നമ്മൾ സാധാ ക്ലേ പോട്ടിലാണ് ഓടിൻ്റെ കഷ്ണം കരിയിട്ട് നിറച്ച് അതിൽ കട്ടിങ്സ് കൊടുത്ത് PVC പൈപ്പ് കൊടുത്ത് നമ്മൾ ആ ഒരു ചെടി ഇതിലിങ്ങനെ കെട്ടിക്കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ കണ്ടോ, പ്ലാന്റുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ ഫ്ലവറൊക്കെ കഴിഞ്ഞ് ഇനിയും നമുക്ക് ഫ്ലവറിങ്ങിൻ്റെ ബഡുകൾ വരുന്നുണ്ട് കേട്ടോ.
അപ്പം നമ്മൾ ഫെർട്ടിലൈസറൊക്കെ കൊടുക്കുമ്പോൾ ഈ ഒരു പ്ലാന്റ് നനയുന്ന രീതിക്ക് മൊത്തത്തിൽ നമ്മൾ ഫെർട്ടിലൈസർ അടിച്ചു കൊടുക്കാം. ഇതൊക്കെ രാവിലൊക്കത്തെ മഴയും അല്ല വെയിലും ഡയറക്റ്റ് വെയിൽ കൊള്ളണ ഒരു ഏരിയയിൽ ഞാനിങ്ങനെ ഒരു ബോർഡർ പോലെ കൊടുത്തേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ പോട്ടിങ്സോ കെയറിങ്ങോ അറിയില്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടോ, ഇതിലൊക്കെ നമുക്ക് ഫ്ലവറിങ്ങിൻ്റെ ബഡ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറച്ച് പ്ലാന്റ്സുകൾ എടുത്തിട്ട് ഞാൻ ഈ ഒരു ഏരിയയിൽ സെറ്റാക്കിയത് കേട്ടോ, ഫ്രണ്ട്സ് സൈഡിലൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെ പൂത്ത് നിൽക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ ഡെൻഡ്രോബിയത്തിൻ്റെ ഫ്ലവർ പോലെ തന്നെ കുറച്ച് ലാസ്റ്റ് ചെയ്യും നമ്മുടെ ഈ ഒരു മൊക്കാറുടെ ഫ്ലവർ കേട്ടോ. പിന്നെ വല്ല ഡൗട്ട്സും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിളിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നിയർ ബ്ലൂമിങ് സ്റ്റേജ് എത്തിയിട്ടുള്ള ഡെൻഡ്രോബിയത്തിൻ്റെ സീഡിങ്സും നമുക്കിപ്പോൾ സെയിലിന് അവൈലബിൾ ഉണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ മാത്രം നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം. ബായ്.